നമസ്കാരം സാർ. നമസ്കാരം സാർ. എന്താ എല്ലാവരും കൂടെ ഭണ്ണാരപ്പെട്ടിട്ട് ചുറ്റും നിൽക്കുന്നേ? കുറച്ച് നാളായി വല്ലാത്ത ധർമ്മസങ്കടത്തിലാണ് സാറ് ഞങ്ങള്. 4-5 മാസങ്ങളായി തുടങ്ങിയിട്ട് ഭണ്ണാരം എണ്ണാൻ തുറന്നാൽ നോട്ടൊന്നും കാണില്ല. 50-ന്റെയും 100-ന്റെയും 500-ന്റെയും നോട്ടുകൾ ഇട്ട പലരെയും ഞങ്ങൾക്കറിയാം. ഞങ്ങളിൽ പലരും ഇട്ടിട്ടുണ്ടേ, പക്ഷെ പണ്ടാരം തുറന്നാ ഒന്നുമില്ല. എന്നാൽ ഭണ്ണാരം കുത്തിപ്പൊളിക്കുകയോ പൂട്ട് തുറക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഈ നോട്ടൊക്കെ എവിടെ പോയി? സാർ എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു തരണം. അതെ സർ. പോലീസിൽ കംപ്ലൈന്റ് ചെയ്തില്ലേ? കംപ്ലൈന്റ് ചെയ്തു സാർ, പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ല. 3-4 പ്രാവശ്യം സംഘം ചേർന്ന് വന്ന് ചായയും മസാല ദോശയും വിഴുങ്ങി വിൽസും വാങ്ങിച്ചു വലിച്ചിട്ട് പോവുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞ കമ്മിറ്റിക്കാർക്ക് 1,500 രൂപ നഷ്ടം. അതേ നടന്നുള്ളൂ. എന്തോ സംശയം തോന്നി ഒരു സാധുവിനെ കൊണ്ട് കുറെ ഇടിച്ചു. അതാ ഉണ്ടായത്. രണ്ട് പച്ചറിക്കലും കുറച്ച് ചക്കമുളഞ്ഞിലും സംഘടിപ്പിക്കാൻ പറ്റുമോ? അതിനെന്താ, സംഘടിപ്പിക്കാം സാർ. ഇപ്പൊ മനസ്സിലായില്ലേ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചെന്ന്? അത് ശരി, അപ്പൊ സാറായിരുന്നല്ലേ ഇത്? എന്ത്? ഞാൻ നിങ്ങളെ തന്നെ കുറ്റം പറയുള്ളൂ. ഒന്നാമത് ഇത്രയും വലിയൊരു ഹോൾ ഇടാൻ പാടില്ല. ഇനിയിപ്പോൾ അഥവാ ഇട്ടെന്നിരിക്കട്ടെ, അതൊരു സൈഡിലാണെങ്കിൽ പോലും ഇത് സംഭവിക്കില്ലായിരുന്നു. ഏതായാലും കള്ളൻ കപ്പലില്ലെങ്കിൽ കരയിൽ തന്നെ ഉണ്ടാവും. ഈ അമ്പലവും പരിസരവും നന്നായിട്ട് അറിയുന്ന ഒരാൾ ഒന്ന് അന്വേഷിച്ച് നോക്ക്. മാഷേ, കൈ കൊടുക്ക്. ഉഗ്രം. ഇതുപോലെ റേഡിയോ സ്ട്രൈക്ക് ചെയ്തപ്പോ എന്റെ ചെവിയിൽ പറഞ്ഞു തന്നിരുന്നെങ്കിൽ അല്ല, സേതുരാമയ്യരുടെ മരുമകൾക്കും ബുദ്ധിയുണ്ടെന്ന് നാട്ടുകാരൊക്കെ ഒന്ന് മനസ്സിലാക്കിയേനെ. അങ്ങനെ ഇപ്പൊ ഷൈൻ ചെയ്യണ്ട കേട്ടോ. അപ്പാ ചാക്ക പോന്നു. ഇപ്പൊ വന്നേ ഉള്ളൂ സാർ. വീട്ടിൽ ചെന്നപ്പോ ക്ഷേത്രത്തിലുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അളിയനെയും കൂട്ടി ഇങ്ങോട്ട് പോയി. രക്ഷപ്പെട്ട് നിങ്ങൾ തിക് ഫ്രണ്ട്സാ? അമ്മാ நான் என்னமோ நினைச்சேன். நைஸ் டு மீட் யூ. ഇവൻ ഏതായാലും ജർമ്മൻ ഷെപ്പേർഡാ, മിടുക്കനാ, ഈയിടെ വന്നത്. നല്ല ബുദ്ധിയവന്. ട്രെയിനിങ് കഴിഞ്ഞാൽ സ്ക്വാഡിലെ നമ്പർ 1. എന്താ ഇവന്റെ പേര്? പേരിട്ടിട്ടില്ല, നല്ല പേരുകളുണ്ട്, പറ. ഒരു ഉഗ്രം പേരുണ്ട്, പറയട്ടെ. സേതുരാമൻ. എന്താ? ബുദ്ധിയുള്ള ഇനമാന്ന് പറഞ്ഞില്ലേ, അപ്പൊ ഈ പേര് നന്നായി ചേരും. സേതു രാമൻ. അല്ല കാവടി, തന്റെ മനസ്സിലിരിപ്പ് കൊള്ളാം. അച്ഛന്റെ മോൻ തന്നെ പോ. അതിലൊരു സംശയവും വേണ്ട, അച്ഛന്റെ മോൻ തന്നെ. അതുകൊണ്ടല്ലേ സേതു രാമൻ. ആ പേരിനോട് എനിക്ക് ഇത്ര പ്രേമം. അതുപോട്ടെ, എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു? പറയാം, അല്പം സ്വകാര്യമാണ്. എന്നാ പറ. സ്വകാര്യം എന്ന് പറയുമ്പം താൻ ബേജാറാവുകയൊന്നും വേണ്ട. എന്റെ മനസ്സിലൊരു ഡൗട്ട്, അതൊന്ന് ക്ലിയർ ചെയ്യാനാ. എന്ത് ഡൗട്ട്? കുറെ പഴക്കമുള്ളതാ. വെറുതെ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിന് കഴിഞ്ഞ ദിവസം ഇരണിയൽ നാദാമംഗലം കൂട്ടക്കൊലയുടെ കേസ് ഡയറി ഞാനൊന്ന് മറിച്ചു നോക്കി. അതിലൊരു കോൺട്രഡിക്ഷൻ കണ്ടു. ഒരാളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മാത്രം ചെറിയ ഒരു സമയ വ്യത്യാസം. മാണിക്കുഞ്ഞിന്റെ റിപ്പോർട്ടിൽ അതൊരു മിസ്റ്റേക്ക് പറ്റിയതാ. സർജൻ എന്റെ എക്സ്പ്ലനേഷൻ തന്നിരുന്നു. ആരായിരുന്നു അന്ന് സർജൻ? എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഡോക്ടർ വിജയലക്ഷ്മി, പോലീസ് സർജൻ. അതെ, ഡോക്ടർ വിജയലക്ഷ്മിയുടെ വീടേതാ? കേക്കാൻ വയ്യ. ഡോക്ടർ വിജയലക്ഷ്മിയുടെ വീടേതാ? പഴയ പോലീസ് സർജൻ. എന്താ പറഞ്ഞ? അത് ഓഫ് ചെയ്യും. ഈ ഡോക്ടർ വിജയലക്ഷ്മി ടാക്കീസ് എവിടെയാണ്? ഡോക്ടർ വിജയലക്ഷ്മി ടാക്കീസോ? അങ്ങനെ ഒരു ടാക്കീസ് ഇവിടെ ഇല്ല. ഡോക്ടർ വിജയലക്ഷ്മി ടാക്കീസിൽ നിന്നോട് ആരാടാ പറഞ്ഞ ജോസേ? ഡോക്ടർ വിജയലക്ഷ്മി ടാക്കീസ് ഉണ്ട്. ഡോക്ടർ വിജയലക്ഷ്മിയുടെ വീടും ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നേരെ വടക്കോട്ട് പോയിട്ട് പിന്നെ അവിടെ നേരെ തെക്കോട്ട് വന്നാൽ മതി കേട്ടോ. നീ ഒന്ന് പോലെ. ഡോക്ടർക്ക് ഭർത്താവില്ല, സത്യം. അവർക്ക് മക്കളുമില്ല, സത്യം. അവരുടെ പൂത്ത കാശുണ്ട്, എൻ്റെ അമ്മ സത്യമായിട്ടും.
നമുക്ക് തട്ടിക്കളയാം. ഉള്ള സ്വർണവും പണ്ടോ എല്ലാം കൂടി അടിച്ചെടുക്കാൻ തനിക്ക് അറിയാമോ? അവിടെ നിൽക്കും. എവിടെ പോണു? അയ്യോ, ഈ വണ്ടി എവിടെ നടാ പൊക്കിയത് കള്ള? എടാ ജോസേ, ഒരു ഫ്രൂട്ട് ജ്യൂസ് മതി. പൈസ പൈസ ആ പിന്നെ തരാം, അല്ലെങ്കിൽ വേണ്ട ഇപ്പൊ തരാം. ലോട്ടറി ടിക്കറ്റോ? ആ ലോട്ടറി ടിക്കറ്റ് 50 ലക്ഷത്തിന് ഗുജറാത്ത് ലോട്ടറിയാ. ഈയിടെ ജോസ ഈ 50 ലക്ഷം അടിച്ചാലുണ്ടല്ലോ നിന്റെ ജ്യൂസ് പോകും. ഓസം കൊണ്ട് നടക്ക അടിച്ച് പീസായി കളഞ്ഞ. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൺഫ്യൂഷന്റെ കാര്യമൊന്നുമില്ല. ഞാൻ കൊടുത്ത ആദ്യത്തെ റിപ്പോർട്ട് ഇറ്റ് വാസ് എ ടെക്നിക്കൽ മിസ്റ്റേക്ക്. പക്ഷേ അത് ബോധപൂർവമായിരുന്നില്ല. അപ്പോ രണ്ടാമത്തെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന സമയമാണോ ശരി? അതെ, അതുതന്നെയാണ് ശരി. അതുകൊണ്ടാണ് പിന്നീട് സംശയം ഉണ്ടാകണ്ടെന്ന് കരുതി ഞാൻ തന്നെ എക്സ്പ്ലനേഷൻ കൊടുത്തത്. അതും ഈ ഫയലിലുണ്ടല്ലോ. ഡോക്ടർക്ക് ഇരണിയിൽ ലോനപ്പന്റെ കുടുംബത്തെയോ നാദാമംഗലത്ത് മാണിക്കുഞ്ഞിന്റെ കുടുംബത്തെയോ നേരിട്ട് പരിചയമുണ്ടോ? ഒരു പരിചയമില്ല. അവരുടെ ഡെഡ് ബോഡീസ് പോസ്റ്റ്മോർട്ടം ചെയ്തു, ആ ഒരു ബന്ധമേ ഉള്ളൂ. ആ കേസൊക്കെ തീർന്നിട്ട് ഒരുപാട് കാലമായില്ലേ, ഇപ്പൊ എന്തിനാ ഇങ്ങനെയൊരു എൻക്വയറി? സോറി, ഇതൊരു എൻക്വയറി ഒന്നും അല്ല ഡോക്ടർ. CBIയുടെ പുതിയ റിക്രൂട്ട്മെന്റ് ബാച്ചിന്റെ ട്രെയിനിങ് ക്ലാസ്സിന് ഈ കേസ് ഒരു റെഫറൻസ് ആണ്. അപ്പൊ അതിനുള്ള നോട്ട്സ് തയ്യാറാക്കുന്നതിനിടയിലാണ് ഈ വൈരുദ്ധ്യം എന്റെ കണ്ണിപ്പെട്ടത്. അതൊന്ന് നേരിട്ട് ക്ലാരിഫൈ ചെയ്യണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. വരട്ടെ. സംസാരം കേട്ടൊരു ഡോക്ടർ ജെന്യൂൻ ആണെന്ന് തോന്നുന്നു. സാറിന് എന്ത് തോന്നി? വരട്ടെ, പറയാം. എന്റെ പോക്കറ്റ് ഡയറി മറന്നു തോന്നുന്നു. വന്നിരുന്നു. ദേ ഇപ്പൊ പോയതേ ഉള്ളൂ. ഇല്ല, ഞാൻ നന്നായിട്ട് പ്രസന്റ് ചെയ്തത്. സംശയം തോന്നി കാണില്ല. നല്ല പെരുമാറ്റമായിരുന്നു. എന്താ സർ? ഞാൻ എന്റെ പോക്കറ്റ് ഡയറി ഇവിടെ വെച്ച് മറന്നുപോയി. അതൊന്ന് എടുത്തോട്ടെന്ന് ചോദിക്കാൻ വന്നതാ. പ്ലീസ്. താങ്ക് യു ഫോർ എവറിഥിങ്. വരട്ടെ. എന്താ ഗണേഷ്, ബോക്സിൽ ബോംബ് വല്ലതും ഉണ്ടോ? ഒന്നുമില്ല സർ, എംപ്റ്റി. ഞാൻ പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചു. ഡയറി മറന്നു എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി അത് മറന്നതല്ല, ഒരു കെണിയാണെന്ന്. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഡോക്ടർ പറഞ്ഞതിന് വിഭിന്നമായി അവരുടെ ഉള്ളിൽ എന്തെങ്കിലും കള്ളമോ കളങ്കമോ ഉണ്ടെങ്കിൽ അവരാരെയാണോ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മൾ ഇറങ്ങി ആ നിമിഷം ആ ആളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. ദാറ്റ് ഇസ് ഹ്യൂമൻ സൈക്കോളജി. അതിവിടെ ഉണ്ടായി. ഡോക്ടറെ കൈയോടെ പൊക്കിയാൽ മറ്റേ തലയ്ക്കൽ സംസാരിച്ചവന് നോട്ട് നൗ. അയാളെ കാണണം, ഡോക്ടറെ കാണണം, മറ്റു വല്ലവരുണ്ട് അവരെയും കാണണം. പക്ഷേ എല്ലാ പഴുതുകളും അടച്ചിട്ട് മതി. ബോധപൂർവമല്ല എന്ന് ഡോക്ടർ പറഞ്ഞെങ്കിലും ബോധപൂർവം തന്നെയാണ് തെറ്റിദ്ധരുത്തിയെന്ന് നമുക്ക് സംശയിക്കാം. അപ്പൊ മാണിക്കുഞ്ഞ് കൊല്ലപ്പെട്ടത് 10:30 തന്നെ, 11:15 11:30 ഇടയ്ക്കല്ല. അലക്സ് പറഞ്ഞത് സത്യമാകൂ സർ? മേ ഓർ മേ നോട്ട്. അപ്പൊ മാണിക്കുഞ്ഞ് തന്റെ ചോരപ്പാടിൽ എഴുതിയ ഈശോ ആര്? വേറെ ഈശോ ഉണ്ടോ? ആ ഈശോയും മാണിക്കുഞ്ഞും തമ്മിൽ എന്ത് ബന്ധം? തീർച്ചയായും പോലീസ് എന്ന് പറഞ്ഞതുപോലെ മാണിക്കുഞ്ഞ് ദൈവത്തെ ഓർത്ത് എഴുതിയൊന്നുമല്ല. ആണെന്ന് ഞാനും വിശ്വസിക്കുന്നില്ല. പക്ഷേ തൽക്കാലം ഈശോ ഒരു ഊരാക്കുടുക്ക് തന്നെയാണ്. സർ, കേട്ടിടത്തോളം ഈ മാണിക്കുഞ്ഞ് വലിയൊരു ഫൈനാൻസറാണ്. വളരെ വലിയ തുകകൾ വലിയ പലിശയ്ക്ക് കൊടുക്കുന്നയാൾ. അങ്ങനത്തെ കൊടുക്കൽ വാങ്ങലുകളിൽ ശത്രുക്കൾ ഉണ്ടാകുന്ന സ്വാഭാവികമാണ്. അങ്ങനെ ആരെങ്കിലും? എക്സാക്ട്ലി. ആ സാധ്യത ഒരിക്കലും തള്ളിക്കളയാനാവില്ല. പക്ഷെ അത് നമ്മൾ എങ്ങനെ അറിയും? ആരോട് ചോദിക്കും? മാണിക്കുഞ്ഞിനോട് അടുപ്പമുള്ള അയാളുടെ സ്റ്റാഫ്, സംബഡി ലൈക്ക് ദാറ്റ്. ചാക്കോ, ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളവരുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം. സർ. എടോ എത്തിയടോ വർക്ക്. അവരെത്തി. ആര്? സ്വാമിയും കൂട്ടരും. CBI ഇവിടെ എത്തി. ഞാനും കേട്ടു. സത്യദാസന് ഔസേപ്പച്ചനെയാ പേടി. ദേ എന്നാ വന്നാലും വാ തുറക്കരുതെന്നാ പറഞ്ഞിരിക്കുന്നത്. അവനത് അവിടെ ഇരുന്ന് പറയാം. എനിക്കാണെങ്കിൽ ആ സ്വാമിയുടെ ഫോട്ടോ കണ്ടാ മതി, അപ്പം വയറിളകാൻ തുടങ്ങും. ഔസേപ്പച്ചൻ പേടിക്കണ്ട. വളരെ ബുദ്ധിമുട്ടി വീണ്ടും ഇങ്ങോട്ട് ട്രാൻസ്ഫർ വാങ്ങിയിട്ടുണ്ട് സത്യദാസ്. എന്തിനാ? ഓ, ഔസേപ്പച്ചൻ അത് ഇഷ്ടമാവില്ലെന്ന് അറിയാം. പക്ഷേ ഈ സമയത്ത് അവൻ ഇവിടെ ഉള്ളത് നമുക്കൊരു ബലവാ. അന്ന് ഞാൻ അവനെ എത്ര പണിപ്പെട്ടിട്ടാ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചതെന്ന് തനിക്കറിയാവോ? സഹിക്കാഞ്ഞിട്ട്. എടോ,
ദേ എവന്റെ തന്ത ഉറക്കത്തിലെങ്കിലും പാവായിരുന്നു, മോനോ ഉറക്കത്തിലും പഴയാ. ദേ നോക്കിയേ, രണ്ട് കിങ്കരന്മാരുടെ ഇടയില് പാവപ്പെട്ട ഒരു ഔസേപ്പച്ചൻ. എവനെ സഹിക്കുന്നതിനും ഭേദം എന്റെ മരുമകൻ ജോണിക്കുട്ടിയുടെ കൂടെ ജയിലിൽ പോയി കിടക്കുന്നതാണ് നല്ലത്. അവനെ അറിയാഞ്ഞിട്ടല്ല, ചില സമയത്ത് വിഷവും മരുന്നാവും. ഓ, നമ്മൾ ഭയപ്പെടുന്ന വിഷയം കൂടാതെ ഞാൻ ഭയപ്പെടുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഔസേപ്പച്ചന്റെ സുഹൃത്ത് നാരായണന്റെ മരണം കൊലപാതകമാണ്, അത് CBI കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് പറഞ്ഞ് ജനകീയ സമിതിക്കാര് പോസ്റ്ററും നോട്ടീസും ഒട്ടിച്ചത് മറന്നോ? CBI എത്തിയതിന്റെ ഉദ്ദേശം അതാണെങ്കിൽ ജനകീയ സമിതിക്കാര് തെണ്ടികള്. താനും സംശയിക്കുകയാണോ എന്നെ? എന്റെ ഭാര്യയെ പോലും ഞാൻ ഇത്രയും സ്നേഹിച്ചിട്ടില്ല. നാരായണനും ഞാനും തമ്മിലുള്ള ബന്ധം അറിയാവോ തനിക്ക്? പോയില്ലേ ഔസേപ്പച്ച, അതൊരു അപകടമരണമായിരുന്നെന്ന് നമ്മൾ മാത്രം പറഞ്ഞാൽ പോരല്ലോ. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ചട്ടവും നടപടി അറിയാവുന്ന ഒരാളുടെ സപ്പോർട്ട് നമുക്ക് അത്യാവശ്യമാണ്. അപ്പൊ സത്യദാസിനെ സഹിച്ചേ പറ്റൂ. ആ കർത്താവേ, ആ സ്വാമി ആയിരിക്കരുതേ. ഹലോ, ആ നോക്കട്ടെ. എടാ സണ്ണിക്കുട്ടി, സണ്ണിക്കുട്ടിയേ, ചേട്ടത്തി സണ്ണിക്കുട്ടി എന്തി? പന്നിക്കുട്ടിയോ? ഉണ്ടായിരുന്ന ഒന്നിനെ അല്ലേ കഴിഞ്ഞ പെരുന്നാളിന് കറി വെച്ചത്. ഓ, ഈ ഔസേപ്പച്ചൻ ഒന്നും ഓർമ്മയില്ല. സണ്ണിക്കുട്ടി ചത്തു. ആ